എസ് കെ പൊറ്റക്കാട്. അപ്പൊ എസ് കെ പൊറ്റക്കാട് ചെന്നിട്ട് സി എച്ചിനോട് പറഞ്ഞു, എസ് കെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ അഴീക്കോടാണ് എതിര് 62-ല്. അപ്പോ സി എച്ചിനോട് പറഞ്ഞു, ഒരു സുഹൃത്തുക്കളാണ്, നിങ്ങളുടെ പാർട്ടിയുടെ പിന്തുണ എനിക്ക് വേണമെന്ന് പറഞ്ഞു. സി എച്ച് പറഞ്ഞു, അത് ആലോചിക്കാം, ഒന്ന് തങ്ങളോട് പറഞ്ഞേക്കെന്ന് പറഞ്ഞു. അങ്ങനെ ബാഫിക്കിനടുത്തെന്ന് പറഞ്ഞു, ബാഫിക്ക് ശരിയെന്ന് പറഞ്ഞു, പിന്തുണ കൊടുത്തു. അഴീക്കോടിനെ തോൽപ്പിച്ച് എസ് കെ ജയിച്ചു. എസ് കെ ജയിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് അദ്ദേഹം പൊറ്റക്കാട് വന്നിട്ട് പിന്നെ സി എച്ചിനോട് ചോദിച്ചു, ഞാൻ എന്താണ് നിങ്ങൾക്ക് പ്രതിഫലം തരേണ്ടത്? സി എച്ച് പറഞ്ഞു, നിങ്ങൾ ന്യായമായൊരു പ്രതിഫലം തരണം. അപ്പൊ എസ് കെ പാവത്താനാണ്. അപ്പൊ അദ്ദേഹം ആകെ പരിഭ്രമിച്ചു. ഒന്നുമില്ല എസ് കെ, നിങ്ങൾ അടുത്ത് എഴുതുന്ന നോവൽ ചന്ദ്രയ്ക്ക് തരണം. ഇത് ഒരുത്തൻ ലോക്സഭയിലേക്ക് ജയിപ്പിച്ച് വിട്ടിട്ട് അതിന്റെ പ്രതിഫലം എന്താണ്? അടുത്ത എഴുത്തുകാരോടുള്ള അദ്ദേഹത്തിന്റെ ആദരവാണത്. കണ്ടോ, ആ ചന്ദ്രിക പത്രം ഞാൻ പറഞ്ഞില്ല, 46 തൊട്ട് മരിക്കുന്ന 83 വരെ ആയാലും പ്രവർത്തിക്കാം. ഏത് പത്രാധിപർ അങ്ങനെ ചോദിക്കും? ആ വീക്കിലിൽ പ്രധാനപ്പെട്ട എല്ലാവരും എഴുതിയിരുന്നു, എല്ലാവരും.